മക്കളെ നമ്മൾ സൂപ്പർ നോട്ട്സ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരട്ടെ. വരാൻ പോകുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി, അതായത് ജൂലൈ 18 നടക്കാൻ പോകുന്ന കമ്പനി ബോർഡ് LGS ബിവറേജ് LD പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള 10th പ്രിലിംസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിക്കേണ്ട, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട 50 ടോപ്പിക്കുകളുടെ നോട്ട്സ് ഫ്രീ ആയിട്ട് സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാടാ. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ആ നോട്ട് അപ്പാവും. അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്തു. 50 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, അതിന്റെ SCRT പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട അടിപൊളിയായിട്ടുള്ള നോട്ട്. രണ്ട്, നമ്മുടെ ബക്രീദ് ഓഫർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ 29-ാം തീയതി രാത്രി വരെ സൂപ്പർ നോട്ട്സിന്റെ ബക്രീദ് ഓഫർ ഉണ്ട്. അപ്പൊ സൂപ്പർ നോട്ട്സിന്റെ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഫ്ലാറ്റ് 20% ഓഫ് കാണും. ആ അവസരം ആരും മിസ്സാക്കണ്ട. സൂപ്പർ നോട്ട്സിലേക്ക് ജോയിൻ ചെയ്യാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല സമയം. എന്തിന് നിങ്ങൾ സൂപ്പർ നോട്ട്സിനെ ചൂസ് ചെയ്യണം? സൂപ്പർ നോട്ട്സിന്റെ റിസൾട്ട് ആണ്. സെക്രട്ടറി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ 150 കുട്ടികൾ, RRB JE നോക്കുകയാണെങ്കിൽ 65 കുട്ടികൾ, CPO ആണെങ്കിൽ ഒരുപാട് കുട്ടികൾ. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി സൂപ്പർ നോട്ട് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വേറെ റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. വരുമ്പോൾ ഇപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ, ഗ്രൂപ്പ് D ആയിക്കോട്ടെ, ഇതൊക്കെ വരുമ്പോൾ അവിടെ സൂപ്പർ നോട്ട്സ് ആയിരിക്കും മൊത്തം കത്തി നിൽക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ ടീം എഫേർട്ട് ആണ്, ഞങ്ങളുടെ സ്ട്രാറ്റജിയുടെ വിജയമാണ്, ഞങ്ങളുടെ നോട്ടിന്റെ വിജയമാണ്, ക്ലാസിന്റെ വിജയമാണ്, ഫാക്കൽറ്റീസിന്റെ വിജയമാണ്. അതിലെല്ലാം ഉപരി എഫേർട്ട് കൊടുത്ത നിങ്ങളുടെ വിജയമാണ്. അപ്പൊ നമുക്ക് ആ പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. ജൂലൈ 18 എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ജൂലൈ 18 2 ഘട്ടങ്ങളുണ്ട്. ഓഗസ്റ്റിലും അതുപോലെ 2 ഘട്ടങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നോക്കാം, ഇതിന്റെ മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നു. അപ്പൊ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ പ്രിലിംസും ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ മെയിൻസ് എക്സാം നടക്കാൻ പോവുകയാണ്. മക്കളെ, കമ്പനി ബോർഡ് LGS ഒരു ചെറിയ സാധ്യതയുള്ള നോട്ടിഫിക്കേഷൻ അല്ല. കമ്പനി ബോർഡ് LGS നോക്കുകയാണെങ്കിൽ നോക്കിയടാ, ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട്, അതായത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 2 വർഷവും 5 മാസവും കൊണ്ട് 2 വർഷവും 5 മാസം കൊണ്ട് 2948 നിയമനങ്ങളാണ് ആകെ നടന്നേക്കുന്നത്. 2948 നിയമനങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെറിയ നിയമനമല്ല. ഏതാണ്ട് 3000-ഓളം അഡ്വൈസ്. എനിക്ക് തോന്നുന്നു റാങ്ക് ലിസ്റ്റ് തീരുന്ന സമയത്ത് നമുക്കൊരു 3500-ഓ 4000-ഓളം നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പഠിച്ചാൽ ജോലി ഉറപ്പുള്ള ഒരു അടിപൊളി എക്സാം ആണ് കമ്പനി ബോർഡ് LGS. രണ്ടാമത്തേത് ബിവറേജിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വാശിയോടെ നന്നായിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ ബിവറേജിൽ ക്രാക്ക് ചെയ്യാം. നിലവിലുള്ള ലിസ്റ്റിൽ 2 വർഷവും 4 മാസം കൊണ്ട് 262 നിയമനങ്ങളാണ് ടോട്ടൽ നടന്നിരിക്കുന്നത്. 262 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിരിക്കുന്നത്. ഒരാൾക്ക് ജോലി കിട്ടാനായിട്ട് ഒരൊറ്റ വേക്കൻസി മാത്രം മതി. ഇവിടെ 262 വാശിയോടെ പഠിച്ചോ ബിവറേജ് നമുക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ, ഇനി ആദ്യം പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. ഇവിടെ കറണ്ട് അഫേഴ്സിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ചേടാം, 10 മാർക്കാണ് കറണ്ട് അഫേഴ്സിനകത്ത് വരുന്നത്. അപ്പൊ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു 15 ടോപ്പിക്കുകളുണ്ട്. ഒന്ന്, കേരള സർക്കാർ പദ്ധതികളാണ്. എപ്പോഴും നമുക്ക് 2-3 മാർക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്ക് കേരള ഗവൺമെന്റ് സ്കീംസ്. അതിനുശേഷം രണ്ടാമത് വരുന്ന ടോപ്പിക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളാണ്. പിന്നെ എലക്ഷൻ 2026, ഇപ്പോൾ നടന്ന എലക്ഷൻ, അതിനകത്ത് ഏറ്റവും അധികം വോട്ട് നേടിയത്, ഏറ്റവും കുറഞ്ഞ വോട്ട് നേടിയത്, ഓരോ മന്ത്രിമാരുടെ നിയോജക മണ്ഡലം, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനം. അതിനുശേഷം ISRO 2025-ലെയും 2026-ലെയും മിഷൻസ് മൊത്തം പഠിക്കണം. അതിന്റെ അടിപൊളി നോട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാത്തിന്റെയും നോട്ടുണ്ട്, നിങ്ങൾക്ക് അത് ടെലഗ്രാമിൽ കിട്ടും. അതെല്ലാവരും ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ആർട്ടമിസ് 2 എന്ന ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സെൻട്രൽ അപ്പോയിന്റ്മെന്റ്സ്, സ്റ്റേറ്റ് അപ്പോയിന്റ്മെന്റ്സ്. ഇന്ന് കേന്ദ്രത്തിൽ ഓരോ പദവികളിലും ആരൊക്കെ ഇരിക്കുന്നു, സംസ്ഥാനങ്ങളിൽ ഓരോ പദവികളിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ സാഹിത്യ പുരസ്കാരങ്ങൾ, ഇന്ത്യയുടെ ബയലാറ്ററൽ സൈനിക അഭ്യാസങ്ങൾ, അത് കഴിഞ്ഞ ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗ്, 10 ടോപ്പിക്ക്. ദെൻ അത് കഴിഞ്ഞ അടുത്ത് വരുന്നത് ഗെയിംസ് ആൻഡ് വെന്യൂസ്. ഓരോ ഇവന്റ്സും എവിടെയാണ് നടക്കുന്നത്, ഒളിമ്പിക്സ് എവിടെ നടക്കുന്നു, ഫിഫ എവിടെ നടക്കുന്നു, ICC വേൾഡ് കപ്പ് എവിടെ നടക്കുന്നു, അങ്ങനെ ഗെയിംസ് ആൻഡ് ഇവന്റ്സ്. ദെൻ ഭാരതരത്ന, കഴിഞ്ഞ ഭാരതരത്ന. പിന്നെ കേരള സ്കൂൾ കലോത്സവം, ശാസ്ത്രമേള, സ്പോർട്സ് മേള. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, റെയർ ആണ്, ആരും നിങ്ങൾക്ക് പഠിപ്പിക്കത്ത് പോലും ഇല്ല, നോട്ട് പോലും തരത്തില്ല. പക്ഷെ നമ്മുടെ സെറ്റ് ആയിട്ടുള്ള നോട്ട് പഠിച്ചാൽ മതി, അതിനകത്ത് എല്ലാം ഉണ്ട്. ഓക്കെ, ദെൻ ICC T20 വേൾഡ് കപ്പ്, ഇപ്പൊ കഴിഞ്ഞ ICC T20 വേൾഡ് കപ്പ്, 106-ാമത്തെ ഭേദഗതി, ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്ട്, ഇപ്പൊ നടന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം, പിന്നെ കേരള സ്പോർട്സ്. അങ്ങനെ 17 ടോപ്പിക്കുകൾ കറണ്ട് അഫേഴ്സിലുള്ള. ആ 17 ടോപ്പിക്ക് പഠിച്ച് നിങ്ങൾക്ക് ഭൂരിഭാഗം മാർക്കും അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും മതി. നെക്സ്റ്റ്, അടുത്ത കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പോൾ അവിടെ ഭരണഘടനാ നിർമ്മാണ സഭ, ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ പ്രധാനപ്പെട്ട ഡേറ്റ്സ്, ഓരോ കമ്മിറ്റികളും, ഓരോ രാജ്യത്ത് നിന്ന് കടം കൊണ്ടതെല്ലാം, അങ്ങനെ അതെല്ലാം ആ നോട്ടിനകത്തുണ്ട്. പിന്നെ പ്രിയാമ്പിൾ, അതേപോലെ തന്നെ കടം കൊണ്ടവ. അടുത്ത പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, പിന്നെ മൗലിക കടമകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, റെയർ ആയിട്ടുള്ള സാധനങ്ങൾ മൊത്തം നിങ്ങൾക്ക് നോട്ടിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് SCRT
പോയിന്റ്സ് എല്ലാം ആഡ് ചെയ്ത നോട്ടാണ്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ, ഐക്യ കേരള പ്രസ്ഥാനം, പിന്നെ ഒന്നാം കേരള നിയമസഭ, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ നോട്ട് മൊത്തം പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അടിപൊളി നോട്ടാണ്. അതിനുശേഷം ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ, അതായത് നമ്മുടെ ബാച്ചിൽ റിവിഷൻ ആൻഡ് നോട്ടായിട്ട് പോകുന്ന ഒരു സാധനം കൂടെയാണിത്. അത് നിങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്, പഠിക്കാനാണ്. അടുത്ത് ഇന്ത്യയുടെ ഭൂപ്രകൃതി, പിന്നെ ഇന്ത്യൻ നദികൾ, ഇന്ത്യയുടെ കാലാവസ്ഥ, ഇന്ത്യയിലെ വനങ്ങൾ, കേരളം അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിലെ നദികൾ, കേരള ഫോറസ്റ്റ്, കേരളത്തിലെ കായലുകൾ. ഓക്കെ. അതിനുശേഷം ബയോളജിയിലേക്ക് പോകുമ്പോൾ രോഗങ്ങൾ, രോഗകാരികൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. രക്തം, കരൾ, പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം, അസ്ഥിവ്യവസ്ഥ, കേരളത്തിലെ റിസർച്ച് സെന്റേഴ്സ് മുഴുവൻ, അതിന്റെ ആസ്ഥാനങ്ങളെല്ലാം വരുന്ന ഒരു ലിസ്റ്റ്. കെമിസ്ട്രിയിലേക്ക് പോകുമ്പോൾ ആറ്റം, പീരിയോഡിക് ടേബിൾ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, ആസിഡ് ആൻഡ് ആൽക്കലീസ്, പിന്നെ താപം, പ്രകാശം, പ്രകാശ പ്രതിഭാസങ്ങൾ, ചലനം. അങ്ങനെ 51 പ്രധാനപ്പെട്ട ടോപ്പിക്കുള്ള നോട്ട് മൊത്തം ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ദേശീയഗാനം, ദേശീയഗീതം, ദേശീയ പതാക അതും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നോട്ട് നിങ്ങൾ മാക്സിമം നന്നായിട്ട് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ മക്കളെ ഈ 50 ടോപ്പിക്ക് പഠിക്കണം. ഈ 50 ടോപ്പിക്ക് പഠിച്ചാൽ, മാക്സിമം കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് പ്രിലിംസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 50 ടോപ്പിക്കുകൾ മസ്റ്റ് ആയിട്ടും പഠിച്ചോ, ഒരിക്കലും മിസ് ചെയ്യരുത്. സെറ്റ് ആയിട്ട് ഈ 50 ടോപ്പിക്കുകൾ പഠിച്ചോ. നിങ്ങൾക്ക് ഈ ടോപ്പിക്സിന്റെ നല്ല ക്ലാസ്സും കൂടെ വേണമെങ്കിൽ, അടിപൊളി ക്ലാസ്സും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ 10th പ്രിലിംസിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. വെറും 999 രൂപ മാത്രമേ 10th പ്രിലിംസിന്റെ ബാച്ചിന്റെ ഫീസ് ആയിട്ട് വരുന്നുള്ളൂ. ഇനി മെയിൻസ് ബാച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം, ട്രയ ബാച്ചിൽ ജോയിൻ ചെയ്യാം. സോ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് യോധ ബാച്ച്. ദെൻ 10th പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആണെങ്കിൽ ട്രയ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും നല്ല ക്ലാസ് കിട്ടും, ഏറ്റവും നല്ല നോട്ട്സ് കിട്ടും, കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് കിട്ടും. മുന്നോട്ട് പിടിച്ചുകൊണ്ട് പോകാൻ നമ്മൾ നിങ്ങളുടെ കൂടെ കാണും. അപ്പൊ നന്നായിട്ട് പഠിക്കാം. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്, സൂപ്പർ നോട്ട്സിന്റെ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് വൈകുന്നേരം 7 മണി മുതലാണ് ഞങ്ങളുടെ ബക്രീദ് ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ജോയിൻ ചെയ്യുന്ന 250 പേർക്കാണ് സൂപ്പർ നോട്ട്സിന്റെ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ഫ്ലാറ്റ് 20% ഓഫ് ഉള്ളത്. ആ ചാൻസ് മിസ്സാക്കണ്ട. നന്നായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് പഠിക്കണം. അടുത്ത് വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ നമുക്ക് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റണം. അതിനുവേണ്ടി നന്നായിട്ട് സ്വപ്നം കണ്ടോ, നന്നായിട്ട് എഫേർട്ട് കൊടുത്തോ. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ക്ലാസ്സിൽ കാണാം.